നമസ്കാരം. ലോകത്തെ മൂന്നിൽ രണ്ട് ഒറ്റക്കൊമ്പൻ റിനോകളുടെയും ആവാസ കേന്ദ്രമായ ആസാമിലെ ബ്രഹ്മപുത്ര നദീതീരത്തെ മനോഹരമായ ഖാസിരംഗ നാഷണൽ പാർക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാസിരംഗ നാഷണൽ പാർക്കിൻ്റെ പച്ചപ്പും മനോഹാരിതയുമാണ് വീണ്ടും വീണ്ടും ഖാസിരംഗ സന്ദർശിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ജീപ്പ് സഫാരിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ഒരു ജീപ്പ് സഫാരിക്ക് ശരാശരി ഫോറസ്റ്റ് എൻട്രി ടിക്കറ്റ് അടക്കം 3100 രൂപയോളം വരും. ഒരു ജിപ്സിയിൽ ശരാശരി 5 പേർക്ക് സഞ്ചരിക്കാം. ചില ജിപ്സികളിൽ 6 പേർക്കും സഞ്ചരിക്കാം. 6 പേരുടെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. ജിപ്സി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നു. മുമ്പൊരിക്കൽ സന്ദർശിച്ച ഖാസിരംഗ പാർക്കിലേക്ക് വീണ്ടും വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ പച്ചപ്പും മനോഹാരിതയും തന്നെയാണ്. നമസ്കാരം. ഇന്ന് ഖാസിരംഗ നാഷണൽ പാർക്കിലാണ്. ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൻ്റെ ഭാര്യ ലേഡി കേഴ്സൺ, മേരി കേഴ്സൺ റിനോയെ കാണാൻ വേണ്ടി ഈ പാർക്കിൽ വരികയും എന്നാൽ ഒരൊറ്റ റിനോ പോലും കാണാതിരുന്നപ്പോൾ അവർ നിരാശയാവുകയും അവർ അന്ന് വൈസ്രോയിയോട് എത്രയും പെട്ടെന്ന് ഈ ജീവിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് 1908 ഖാസിരംഗ പാർക്ക് സ്ഥാപിക്കുന്നത്. പിന്നീട് 1974 ഇത് നാഷണൽ പാർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും 1985 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഉയർത്തുകയും ചെയ്തു. 1908 ഈ പാർക്ക് ആരംഭിക്കുന്നത്. ഏതാണ്ട് 480 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ്. ഈ പാർക്കിൽ ഒറ്റക്കൊമ്പൻ റിനോയുണ്ട്, ആനയുണ്ട്, കടുവയുണ്ട്, മാനുകളുണ്ട്, ഇന്ത്യൻ കാട്ടുപോത്ത്. അത് ഇവിടെ മാത്രമേ, നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്നത് വൈൽഡ് ഗോഴ്സ് കാളയാണ്. എന്നാൽ ഒറിജിനൽ ഇന്ത്യൻ കാട്ടുപോത്ത് ഇവിടെയാണുള്ളത്. വൺ ഹോണ്ടഡ് റിനോ, ഒറ്റക്കൊമ്പനായിട്ടുള്ള റിനോയെ എവിടെയാണ് കാണുന്നത്. എന്നാൽ ഇരട്ടക്കൊമ്പൻ നമുക്ക് ആഫ്രിക്കയിൽ പോകണം, ഇന്ത്യയിൽ എവിടെയില്ല. അപ്പോൾ വളരെ മനോഹരമായ പാർക്കാണ്. 3 മണിക്കൂർ ജീപ്പ് സഫാരിയാണ്. അതിലൂടെ ബ്രഹ്മപുത്രയുടെ കൈവരികളിലൂടെ സമൃദ്ധമാക്കപ്പെട്ട ഈ പാർക്കിലെ എല്ലാ ജീവജാലങ്ങളെയും നമുക്കിന്ന് കാണാൻ സാധിക്കും. എല്ലാവരെയും ഇന്ന് ഈ യാത്രയിൽ എൻ്റെ കൂടെ ചേരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ചീറ്റകളെപ്പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്ന റിനോകൾ ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാം നന്ദി പറയേണ്ടത് ഒരു അമേരിക്കൻ വനിതയോടാണ്. ബറണസ് മേരി കേഴ്സൺ എന്നാണ് ആ വനിതയുടെ പേര്. അക്കാലത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന കേഴ്സൺ പ്രഭുവിൻ്റെ ഭാര്യയായിരുന്നു മേരി കേഴ്സൺ. അവർ 1904 ഈ പ്രദേശം സന്ദർശിക്കുകയും എന്നാൽ ഒരൊറ്റ റിനോയെപ്പോലും കാണാൻ കഴിയാതെ നിരാശയായി മടങ്ങുകയും ചെയ്തു. കണ്ടാമൃഗങ്ങളുടെ വംശനാശത്തെക്കുറിച്ച് അവർ ഭർത്താവിനെ ഗൗരവമായി ഉണർത്തി. ഇങ്ങനെ പോയാൽ വേട്ടക്കാരാൽ വേട്ടയാടപ്പെട്ട് ഈ മൃഗം ഭൂലോകത്തു നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് അവർ കേഴ്സൺ പ്രഭുവിനെ ഉണർത്തി. കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയ കേഴ്സൺ പ്രഭു 1905 തന്നെ ഖാസിരംഗയെ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചു. ഏതാണ്ട് 232 സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണ് ഇങ്ങനെ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചത്.
1916 ഖാസിരംഗയെ ഖാസിരംഗ ഗെയിം സാങ്ച്വറി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ബ്രഹ്മപുത്ര നദിയിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന വലിയ വെള്ളപ്പൊക്കവും അതുവഴി പുറന്തള്ളപ്പെടുന്ന എക്കലും വെള്ളവുമാണ് ഖാസിരംഗ പാർക്കിനെ സജീവമാക്കി നിർത്തുന്നതും കണ്ടാമൃഗങ്ങളുടെ ഇഷ്ട സാങ്ച്വറിയാക്കി നിലനിർത്തുന്നതും. 1926 ഖാസിരംഗ പാർക്കിനും ചുറ്റുപ്രദേശങ്ങളിലും നായാട്ട് സമ്പൂർണ്ണമായി നിരോധിച്ചു. ലോകത്ത് ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുപോത്തുകളെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1400 കാട്ടുപോത്തുകളാണ് ഖാസിരംഗ പാർക്കിൽ കണ്ടിരിക്കുന്നത്. നാം കാട്ടുപോത്ത് എന്ന് വിളിക്കുന്ന കേരളത്തിലും കർണാടകത്തിലും മറ്റും കാണപ്പെടുന്ന ജീവി യഥാർത്ഥത്തിൽ കാട്ടുപോത്തുകളല്ല, അവ കാട്ടുകാളകളാണ്. കാലുകളുടെ താഴ്ഭാഗത്ത് വെളുത്ത ആവരണമുള്ള ജീവിയുടെ പേര് കാട്ടുകാള എന്നാണ്. അവ കാട്ടുപോത്തുകളല്ല. യഥാർത്ഥ കാട്ടുപോത്തുകൾ ഈ കാണപ്പെടുന്ന ജീവികളാണ്. ദൂരെ മാൻപേടകൾ സ്തബ്ധരായി നിൽക്കുന്നത് സമീപത്ത് ശത്രുവിൻ്റെ സാന്നിധ്യം കാരണമാണെന്ന് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ശബ്ദമുണ്ടാക്കരുതെന്നും സമീപത്ത് കടുവയുടെ സാന്നിധ്യത്തിന് സാധ്യത വളരെ കൂടുതലാണെന്നും ഡ്രൈവർ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അതാ കടുവ വലിയ ലക്ഷണമൊത്ത കടുവ കാടിനുള്ളിലൂടെ പതുക്കെ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. അതാ കടുവ വളരെ നേരിട്ട് ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന അവസരമാണ് ഖാസിരംഗയിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടുവയെ ഒരു കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അതാ ഒരു പാവം അത് രക്ഷപ്പെടാതെ നോക്കി പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഓടിയാൽ പിന്തുടരുമെന്ന ഭയം കൊണ്ടാവണം ആ മാൻപേട ഓടാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അതാ കടുവ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ആ പാവം മാൻപേട പരിഭ്രമിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു, ഓടാതെ. അതിനറിയാം ഓടിയാൽ പിന്തുടരുമെന്ന്. അതാ ജീവൻ അപകടത്തിലായ മാൻപേട അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ മൂപ്പർ ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ നടന്നുപോയി. തലനാരിഴക്ക് ജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ മാൻപേടയും. മൂപ്പരതാ നടന്ന് പതുക്കെ ആ പുൽക്കാടിനുള്ളിലേക്ക് മറയുകയാണ്. പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു.
അതെ, കടുവ അതാ നടന്നു പോകുന്നു. ഇപ്പോഴും നമുക്ക് കാണാം. അത് പുൽക്കാട്ടിനുള്ളിലേക്ക് മറിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും കടുവ അപ്രത്യക്ഷമായി. ശരാശരി 18 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കടുവയെ മാത്രമേ ഒരു കാട്ടിൽ കാണാൻ സാധിക്കൂ. എന്നാൽ കാസിരംഗ നാഷണൽ പാർക്കിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കടുവ എന്ന കണക്കിൽ 135 കടുവകളെയാണ് ഇതേവരെ കണ്ടെത്തിയിരിക്കുന്നത്. ആയിരത്തി 1938 സന്ദർശകർക്ക് വേണ്ടി തുറന്നുകൊടുത്ത കാസിരംഗ പാർക്ക് 1950 വൈൽഡ് ലൈഫ് സാങ്ച്വറിയായും 1974 കാസിരംഗ നാഷണൽ പാർക്കായും പ്രഖ്യാപിക്കപ്പെട്ടു. 1985 കാസിരംഗയെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായും 2006 ടൈഗർ റിസർവായും പ്രഖ്യാപിക്കപ്പെട്ടു. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലോ ഗുവാഹട്ടി എയർപോർട്ടിലോ എത്തിച്ചേർന്നാൽ നേരെ ISBT ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലിലെത്തി അവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ ഏതാണ്ട് 5 മുതൽ 6 മണിക്കൂറിനിടയിൽ യാത്ര കൊണ്ട് കാസിരംഗ നാഷണൽ പാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കും. ബസ്സുകൾക്ക് AC ടിക്കറ്റിന് 500 മുതൽ 700 രൂപ വരെയും നോൺ AC ടിക്കറ്റിന് 200 മുതൽ 300 രൂപ വരെയുമാണ് നിരക്ക്. ആസാമിൽ പൊതുവെ ഏജന്റുമാർ കബളിപ്പിക്കൽ നടത്തുന്നത് സാധാരണമാണ്. അതുകൊണ്ട് ISBT ബസ് സ്റ്റാൻഡിൽ നിന്ന് AC ബസ് ചെയ്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് നേരിട്ട് ഖാസിരംഗയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഉചിതം. ഖാസിരംഗയിൽ എത്തിച്ചേർന്നാൽ ധാരാളം ഹോട്ടലുകൾ ലഭ്യമാണ്. നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് മുറികളിൽ പ്രവേശിക്കാവുന്നതേയുള്ളൂ. അതല്ല, നേരത്തെ ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതാ ആ മരത്തിൽ ആമകളെ കാണാം. പ്രത്യേക കൊച്ചു ആമകൾ ആ മരത്തിൽ കയറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതാ പൊടിമണ്ണിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കടുവയുടെ കാൽപാദങ്ങൾ കാണാം. കടുവയുടെ കാൽപാദങ്ങൾ പരിശോധിച്ചാണ് സാധാരണ കടുവയുടെ കണക്ക്. ഓരോ കാട്ടിലും എത്ര കടുവയുണ്ടെന്ന് കണ്ടെത്തുന്നത് ഈ കാൽപാദങ്ങൾ പരിശോധിച്ചാണ്. ഈ മൺറോഡിലൂടെ അല്പം മുമ്പ് കടുവ കടന്നുപോയതേയുള്ളൂ എന്ന് അനുമാനിക്കാം. ഈ പാവം ജീവിയുടെ ഏറ്റവും വലിയ ഭീഷണി അവയുടെ കൊമ്പ് തന്നെയാണ്. ഈ കൊമ്പിന് ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ്. മന്ത്രവാദത്തിനും അതേപോലെ ഔഷധത്തിനും ഈ കൊമ്പ് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു. ആ പണം മോഹിച്ച് സമീപത്തെ വേട്ടക്കാർ ഈ സാധുജീവിയെ വേട്ടയാടിക്കൊല്ലുന്നു. ഇവയുടെ കൊമ്പ് മാത്രം വെട്ടിക്കീറിയെടുത്ത് അവ മോഷ്ടിച്ച് പോകുന്ന വലിയ സംഘങ്ങളുണ്ട്. പലപ്പോഴും പല കണ്ടാമൃഗങ്ങൾക്കും കൊമ്പില്ലാത്ത അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. ദയനീയമായ അവസ്ഥയിൽ അവ ദിവസങ്ങളോളം കിടന്ന് ചത്തുപോകുന്നു.
നിലവിൽ 1700 കണ്ടാമൃഗങ്ങളാണ് കാസിരംഗ പാർക്കിൽ ഉള്ളത്. സഫാരിക്കിടെ അല്പം വിശ്രമം ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ദൂരെയത കാട്ടുപോത്തുകളുടെ മറ്റൊരു കൂട്ടം. വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് ബുക്കിൽ ഇടം പിടിച്ച മൃഗങ്ങളാണ് കാട്ടുപോത്തുകൾ. ഇവ ഈ മേഖലയിൽ വ്യാപകമായി വളരുന്നതുകൊണ്ട് അവയുടെ വിസർജ്യത്തിൽ നിന്ന് കൂടുതൽ പുല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും റിനോക്കും മറ്റു ജീവികൾക്കും കൂടുതൽ തീറ്റ ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കടുവകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇര ഈ കാട്ടുപോത്തുകളാണ്. ആളുകൾ വേട്ടയാടുന്നതും അതോടൊപ്പം വളർത്ത് പോത്തുകളുമായി ഇണചേരുന്നതുമാണ് ഈ മൃഗങ്ങളുടെ വംശനാശ ഭീഷണിക്ക് പ്രധാന കാരണം. ഇതിനിടയിലാണ് തൊട്ടടുത്ത മരത്തിൻ്റെ പൊത്തിൽ ഒരു പെരുമ്പാമ്പ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതോടെ ഞങ്ങളുടെ വാഹനം അവിടെ നിർത്തി പെരുമ്പാമ്പിനെ നിരീക്ഷിച്ചു. കൃത്യമായി ഒരേ സ്ഥലത്ത് മാത്രം വിസർജിക്കുന്നതുകൊണ്ട് ഈ മൃഗങ്ങളെ കൃത്യമായി ട്രേസ് ചെയ്യാനും വേട്ടയാടാനും നായാട്ടുകാർക്ക് എളുപ്പമാണ്. അതുതന്നെയാണ് ഈ ജീവിയുടെ ദുർവിധിക്ക് പ്രധാന കാരണവും. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ വീണ്ടും കാണാം. നന്ദി.